മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ KM അൺസ്ക്രിപ്റ്റഡ്. അപ്പോൾ ഇന്നൊരു ആത്മീയ യാത്രയുടെ വ്ളോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആത്മീയ യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആക്ച്വലി വിചാരിക്കുന്നുണ്ട് ആറ്റുകാലൊന്ന് പോകണം, പൊങ്കാല ഇടണം എന്നൊക്കെ. പക്ഷേ ഡ്യൂ ടു മെനി റീസൺസ് എനിക്കത് പറ്റിയില്ല. പക്ഷേ ദിസ് ടൈം ഐ ആം ട്രൈങ് ടു മേക്ക് ഇറ്റ് വിത്ത് മൈ സിസ്റ്റർ ആൻഡ് സം അതർ ചേച്ചീസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. സോ സ്റ്റേ ഇൻ ടച്ച് വിത്ത് മീ ഗായ്സ്. അപ്പം ഞങ്ങൾ പോകാനൊക്കെ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ വണ്ടി വന്നിട്ടില്ല. ഇത് നമ്മളുടെ 2 ചാക്ക് കുളിക്കാത്ത അമ്മണി, ബാക്കി കവറുകളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സെറ്റാണ്, ഓൾ സെറ്റാണ്. ഇനി വണ്ടി വരണം. വണ്ടി വന്ന ഉടനെ വിൽ സ്റ്റാർട്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോവുകയാണ്. 2 ട്രാവലറിനാണ് പോകുന്നത്. എൻ്റെ സിസ്റ്ററും ഈ വണ്ടിയിലുള്ള ചേച്ചിമാരും എല്ലാ വർഷവും പോകുന്നതാണ്. നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ പോയിട്ട് സ്ഥലം നമുക്കായിട്ട് അന്വേഷിക്കേണ്ട. ഇവരെല്ലാ വർഷവും പോകുന്നതുകൊണ്ട് തന്നെ അവിടെ കുറേ സ്ഥലങ്ങൾ ഇവർക്ക് അറിയാം. ഏകദേശം നമ്മൾ തിരുവനന്തപുരം എത്താറായപ്പോഴത്തേക്ക് തൊട്ട് ഈ കാണുന്ന ഇഷ്ടികളൊക്കെ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വേണ്ടി നേരത്തെ തന്നെ ആളുകൾ എടുത്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതായത് തിരുവനന്തപുരം തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ ഇതുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. എന്നിട്ട് ആദ്യത്തെ പ്ലാൻ നേരെ അമ്പലത്തിൽ പോവുക, തൊഴുക എന്നുള്ളതായിരുന്നു. വേറൊരു വഴി കൂടെ, അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴി കൂടെ ആയിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ കാണാൻ നമുക്ക് എല്ലായിടത്തും പൊങ്കാല ഇടാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. വീടുകളുടെ വാതിൽക്കലായാലും അമ്പലത്തിൽ തിരക്കുണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ എന്നാലും പേഴ്സണലി ഞാൻ ഇത്രയും തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നില്ല. ജനസാഗരമെന്ന് പറഞ്ഞാൽ കടൽ പോലെ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയെ കാണാൻ, ഒരു നോക്ക് കാണാൻ, പൊങ്കാല ഇടുന്നതിന് മുന്നേ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. ഞങ്ങൾ സാധാരണഗതി, ഞങ്ങളല്ല ചേച്ചിയും ഈ ചേച്ചിമാരും ഒക്കെ സാധാരണഗതിയിൽ പൊങ്കാല കഴിഞ്ഞിട്ടാണ് തൊഴാൻ പോകുന്നത്. പക്ഷേ ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് നട അടച്ചിടുന്ന കാരണത്താൽ അന്ന് തൊഴാൻ പറ്റില്ല എന്നറിയാവുന്നത് കൊണ്ട് വന്ന ദിവസം തന്നെ നമ്മൾ തൊഴാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ എനിക്ക് ഭാഗ്യമില്ലാതായിപ്പോയി എന്ന് പറഞ്ഞാൽ മതി. എന്തായാലും അത്രയും തിരക്കെന്ന് പറഞ്ഞാൽ ഈ ക്യൂവിൻ്റെ അറ്റം എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര തിരക്കായിരുന്നു. ഞങ്ങളവിടെ കുറേ നേരം ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. അതുപോലെ ക്യൂ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വിഷമിച്ചു, തിരിച്ചു വന്നു. എന്തായാലും ഈ കാണുന്ന ഭാഗമാണ് ചാല എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയായിരുന്നു നമുക്ക് പൊങ്കാല ഇടാനായിട്ട് കിട്ടിയ സ്ഥലം. ഈ കാണുന്നത് ഈ വണ്ടിയുടെയൊക്കെ വെയിങ് എടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെയായിരുന്നു നമുക്ക് പൊങ്കാല ഇടാനായിട്ടുള്ളത് കിട്ടിയത്. അവിടെ വീടുമുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാണുന്ന വഴികളായാലും സ്ട്രീറ്റുകളായാലും തിരുവനന്തപുരം മൊത്തം ലൈറ്റും പാട്ടും ഒക്കെ ഇട്ടൊരു ഉത്സവത്തിൻ്റെ പ്രതീതി എന്ന് പറഞ്ഞാൽ പോരാ, അതിഗംഭീരം. പിന്നെ ഞങ്ങൾ കഴിക്കാൻ പോയി, കാരണം നല്ല ടയേർഡായിരുന്നു. എനിക്ക് കുറേ നാളിന് ശേഷമാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും ടയേർഡ് ആവുന്ന ഒരു യാത്ര വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കൂടെ വന്ന ചേച്ചിമാരൊക്കെ അവിടെ തന്നെ എവിടെയെങ്കിലും കിടക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ എനിക്ക് തലവേദനയും ആകപ്പാടെ വല്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട് എൻ്റെ ചേച്ചിയുടെ നാത്തൂൻ്റെ വീട്ടിൽ ഞങ്ങൾ അന്ന് രാത്രി പോയി അവിടെ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി.